ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു അമ്പലത്തിലേക്ക് പോകുന്ന വീഡിയോ ആണ് കേട്ടോ. അമ്പലത്തിലേക്ക് പോകുന്നതും അവിടുത്തെ വിശേഷങ്ങളും നമ്മുടെ നാട്ടിൽ നിന്ന് വ്യത്യാസമായിട്ട് കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ അമ്പലങ്ങളിൽ ചെയ്യുന്നത്. ആരാധനയും വിഗ്രഹങ്ങളും ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള കുഞ്ഞൊരു ഡിസ്ക്രിപ്ഷനൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഈ അമ്പലം ഉള്ളത്. ഏകദേശം 1 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ വരുന്നതാണ്. അഗർനാഥ മന്ദിർ എന്നാണ് കേട്ടോ ഈ അമ്പലത്തിൻ്റെ പേര്. ഇവിടെ ശിവനും പാർവതിയും പിന്നെ കൃഷ്ണനും രാധയും പിന്നെ ഒരു ദേവിയുടെ ഒരു ക്ഷേത്രം കൂടെ അടുത്തുണ്ട്. യു.പിയിലെ മാക്സിമം സ്ഥലങ്ങളിൽ പോയാലും ഇതേപോലുള്ള പശുക്കളെ നിറയെ കാണാം കേട്ടോ. ഇത് രാത്രി ഉറങ്ങുന്നതൊക്കെ ഇവിടെ തന്നെയാണ്. ആൾക്കാർ ഇവിടെ കൊണ്ടുവന്നാണ് ഭക്ഷണവും വെള്ളമൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുക. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങൾ അമ്പലത്തിലേക്ക് കയറുകയാണേ. ഈ അമ്പലത്തിന് 4 ഗേറ്റ് ഉണ്ട് കേട്ടോ. അതിൽ ഒരു സൈഡിൽ കൂടെയാണ് കയറുന്നത്. ആ ഒരു സൈഡിൽ കാല് കഴുകാനുള്ള കുഴൽക്കിണർ വെച്ചിട്ടുണ്ട്. അപ്പോൾ കാലൊക്കെ കഴുകി ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ഇവിടെ ഫോട്ടോയും വീഡിയോ എടുക്കാനൊന്നും ഒരു റെസ്ട്രിക്ഷനും ഇല്ല കേട്ടോ. എല്ലാ അമ്പലങ്ങളിലും സാധാരണ എല്ലാവരും എടുക്കാറുണ്ട്. ഇതാണ് കേട്ടോ അമ്പലത്തിൻ്റെ ഒരു ടോട്ടൽ ഔട്ട്ലുക്ക്. നല്ല ഭംഗിയാണ് കാണാൻ, ഫുൾ ലൈറ്റൊക്കെ ആയിട്ട്. ഞങ്ങൾ ഫസ്റ്റ് ശിവൻ്റെ അവിടെയാണ് കേട്ടോ പോയത്. ആൾക്കാരെല്ലാം ധാര ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും തിരക്ക്. ശിവൻ്റെ അമ്പലത്തിൻ്റെ പുറത്തായിട്ട് ഒരു നന്ദിയുടെ രൂപം കൂടെ ഉണ്ടായിരുന്നേ. പിന്നീട് ഞങ്ങൾ പോയത് ദേവീക്ഷേത്രത്തിലാണ് കേട്ടോ. നോർത്ത് ഇന്ത്യയിൽ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കണ്ണിന് അത്രയും കളർഫുള്ളായിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ ഫുള്ള് കാണുക. ഭയങ്കര കളർഫുള്ളായിരിക്കും. ദേവിയുടെ ഡ്രസ്സും അതേപോലെ തന്നെ ഡെക്കറേഷനും എല്ലാം നമുക്ക് കണ്ണിന് ഭയങ്കര കുളിർമ തരും. ഇവിടെ സമയം എന്ന് പറയുന്നത് 4 മണി തൊട്ടാണ് കേട്ടോ തുടങ്ങുന്നത്. 4 മണി തൊട്ട് 10 മണി വരെയാണ് കേട്ടോ വൈകുന്നേരമൊക്കെ ഉണ്ടാവുക. 9-9:30 ആകുമ്പോഴേക്കും അമ്പലം അടയ്ക്കാറുണ്ട്. അതിൻ്റെ ഇടയിൽ 8 മണിക്ക് ഒന്ന് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തുറക്കുന്നത് 8:30-ക്കാണ്. അപ്പോൾ അതാണ് കർട്ടൻ പകുതിയാക്കി ഇട്ടിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ അടുത്തത് പോകുന്നത് കൃഷ്ണൻ്റെ അമ്പലത്തിലേക്കാണ് കേട്ടോ. കൃഷ്ണൻ മാത്രമല്ല, കൃഷ്ണനും രാധയും കൂടെ ഉള്ള അമ്പലങ്ങളാണ്. നോർത്ത് ഇന്ത്യയിൽ അധികം കൃഷ്ണനും രാധയും കൂടെ ഉള്ള അമ്പലമാണ്. ഞാൻ വീട്ടിൽ കൃഷ്ണൻ്റെ മാത്രം ഫോട്ടോ ഇതൊക്കെ വെക്കുമ്പം സാധാരണ ഇവിടെ എന്നോട് എല്ലാവരും പറയാറുണ്ട് കൃഷ്ണനും രാധയും കൂടെ ഉള്ളത് വെക്കണം, അതാണ് വീട്ടിലേക്ക് പോസിറ്റിവിറ്റി ഉള്ളതെന്നൊക്കെ. പക്ഷേ എനിക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. നമ്മുടെ നാട്ടിലെ കസ്റ്റം തുടർന്ന് വരുന്നതുകൊണ്ട് കൃഷ്ണൻ്റെ മാത്രമാണ് കേട്ടോ ഞാനും വെച്ചിട്ടുള്ളത്. ഞങ്ങൾ ചെന്നപ്പോൾ നട അടച്ചിരിക്കുകയായിരുന്നു കേട്ടോ. കുറേ ആൾക്കാർ അവിടെ ഭജന ചൊല്ലുന്നുണ്ട്, കുറേ ആൾക്കാർ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നിൽ. ഏകദേശം നട തുറക്കാനായപ്പോഴേക്കും ഭയങ്കര തിരക്കായി കേട്ടോ. ഇവിടെ ഉള്ളവരൊക്കെ കൈകൊട്ടിയിട്ടും ഭയങ്കര സൗണ്ടാണ് കേട്ടോ ഇവർ പ്രാർത്ഥിക്കുന്നതൊക്കെ. അപ്പോൾ ഏകദേശം നട തുറക്കാനായപ്പോഴേക്കും ഭയങ്കര തിരക്കായി. അമ്പലത്തിന് മുന്നിൽ നിൽക്കാൻ സ്ഥലമില്ലായിരുന്നേ, അത്രയ്ക്ക് തിരക്കായി. അപ്പം നട തുറന്നു കേട്ടോ. ഇവിടുത്തെ കൃഷ്ണന് ഭയങ്കര ഭംഗിയാണ്. കൃഷ്ണനും രാധയും ഒരേ കളറുള്ള ഡ്രസ്സൊക്കെ ഇട്ട് അടിപൊളിയായിരിക്കും കേട്ടോ. ഞാൻ സാധാരണ ഇതിൻ്റെ മുന്നിലൂടെ പോകുന്ന സമയത്തെല്ലാം കൃഷ്ണനും രാധയും ഓരോ ദിവസവും ഓരോ കളർ ഡ്രസ്സാണ് ഇടുക. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ നിന്ന് ലഡു ഒക്കെ കിട്ടി കേട്ടോ. പ്രസാദം ഇവിടെ ലഡു ആണ് കിട്ടാറുള്ളത്. ഇതാണ് കേട്ടോ അമ്പലത്തിൻ്റെ പുറത്തൊരു ലുക്ക്. അമ്പലത്തിൻ്റെ പുറത്ത് നിറയെ കച്ചവടക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർ പൂമാലയും അതേപോലെ വെറ്റില അങ്ങനത്തെ സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്. പിന്നെ കളിപ്പാട്ടം വിൽക്കുന്ന കടകളൊക്കെ ഉണ്ട്. ഒരു പൂമാലയ്ക്ക് 50 രൂപയാണ് കേട്ടോ വില. അപ്പോൾ ഞങ്ങൾ തൊഴുത് പുറത്തേക്ക് ഇറങ്ങിയേ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ.